ലാലേട്ടന്റെ സിനിമയാണോ? അതും റിലീസാണോ? എന്നാൽ അത് വമ്പൻ ഹിറ്റ് തന്നെ. സ്ഫടികം മുതൽ ഇങ്ങ് രാവണപ്രഭു വരെ നോക്കിയാൽ അത് ശരിയായി. എന്നാൽ ഇതേ വിജയം എല്ലാ പഴയ മോഹൻലാൽ ചിത്രങ്ങൾക്കും ലഭിക്കും എന്ന് കരുതിയതാണ് അബദ്ധമായി പോയത്. ലാലേട്ടന്റെ മാസ് രംഗങ്ങൾ, ലാലേട്ടന്റെ ഡാൻസ്, ലാലേട്ടന്റെ തമാശകൾ, ഇതൊക്കെ മോഹൻലാൽ ആരാധകരെ റിലീസ് സിനിമകൾ കാണുന്നതിനായി തിയേറ്ററിലേക്ക് എത്തിച്ച ഘടകങ്ങളാണ്. എന്നാൽ റൺ ബേബി റൺ വീണ്ടും തിയേറ്ററിൽ എത്തിയപ്പോൾ കഥ മാറി. അത്രയും കാലം മമ്മൂട്ടിയുടെ റിലീസ് ചിത്രങ്ങൾ കാണാൻ ആളില്ല എന്ന് കളിയാക്കിയ ലാലേട്ടൻ ആരാധകർ പോലും റൺ ബേബി റണ്ണിന്റെ എൻട്രി അറിഞ്ഞിട്ടില്ല. മമ്മൂട്ടിയുടെ റിലീസ് ചിത്രങ്ങൾ പരാജയമായതിന്റെ ഒരു കാരണം മോശം തെരഞ്ഞെടുപ്പും അതുപോലെ സിനിമയുടെ വിഷ്വൽ ക്വാളിറ്റി കുറവായതുമാണ്. മാത്രവുമല്ല, സിനിമ തിയേറ്ററിൽ എത്തിയതും തിയേറ്ററിൽ നിന്ന് പോകുന്നതും ആരും കാണാറുമില്ല. ഈ അവസ്ഥ ഇന്ന് റൺ ബേബി റണ്ണിനും സംഭവിച്ചിരിക്കുകയാണ്. ഇന്നാണ് സിനിമ വീണ്ടും തിയേറ്ററിൽ എത്തിയിരിക്കുന്നത്. എന്നാൽ ആളൊഴിഞ്ഞ സീറ്റുകളാണ് കാണാൻ സാധിച്ചത്. ബുക്കിംഗ് ആപ്പിലും വലിയ തള്ളിക്കയറ്റമില്ല. വെറും 3.06 ലക്ഷം മാത്രമാണ് സിനിമയ്ക്ക് പ്രീ സെയിലിൽ നേടാനായത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു റിലീസ് എന്നാണ് ആരാധകർ ഉൾപ്പെടെ ചോദിക്കുന്നത്. റിലീസ് ചെയ്യാൻ പാകത്തിൽ നിറയെ മോഹൻലാൽ സിനിമകൾ ഉണ്ടെന്നും റൺ ബേബി റൺ വേണ്ടിയിരുന്നില്ല എന്നുമാണ് കമന്റുകൾ. സ്ഫടികം, ദേവദൂതൻ, ചോട്ടാ മുംബൈ, രാവണപ്രഭു എന്നീ സിനിമകൾ 4 കോടിയിലധികം നേട്ടം കൈവരിച്ച സിനിമകളാണ്. ഇതേ നേട്ടം അല്ലെങ്കിൽ ഇതിനേക്കാൾ നേട്ടം കൊയ്യാൻ കെൽപ്പുള്ള മോഹൻലാൽ ചിത്രങ്ങൾ നിൽക്കുമ്പോൾ റൺ ബേബി റൺ എന്തിന് റിലീസ് ചെയ്തു എന്നൊരു ചോദ്യമാണ് ഇവിടെ ബാക്കിയാകുന്നത്. 2012 ജോഷി സംവിധാനം ചെയ്ത സിനിമയാണ് റൺ ബേബി റൺ. മാത്രവുമല്ല, സച്ചി സ്വതന്ത്ര തിരക്കഥാകൃത്തായ ആദ്യ സിനിമ കൂടിയാണ് റൺ ബേബി റൺ. മോഹൻലാൽ പാടിയ ആറ്റുമണൽ എന്ന പാട്ടും ഈ സിനിമയ്ക്ക് അന്ന് ഒരുപാട് ഹൈപ്പ് നൽകി. എന്നാൽ ലാലേട്ടന്റെ ക്ലാസിക് സിനിമകളുടെ പട്ടികയിലേക്ക് എത്താൻ മാത്രമുള്ള മികവൊന്നും ഈ പടത്തിന് ഇല്ല എന്നാണ് സിനിമാ നിരൂപകരുടെ അഭിപ്രായം. പക്ഷെ 2012 ഇറങ്ങിയ റൺ ബേബി റൺ അന്ന് 100 ദിവസത്തിലധികം തിയേറ്ററിൽ ഓടി. എന്നാൽ ഇന്നും അതേ വരവേൽപ്പ് ചിത്രത്തിന് ലഭിക്കും എന്ന പ്രതീക്ഷയാണ് തെറ്റിപ്പോയത്. വീണു കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് ചിലർ ട്രോളാനും തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. അതേസമയം മോഹൻലാലിൻ്റെതായി ഇനിയും ഒട്ടനവധി സിനിമകൾ റിലീസിനായി ഒരുങ്ങുന്നുണ്ട്. നരൻ, തേന്മാവിൻ കൊമ്പത്ത്, കാലാപാനി, ആറാം തമ്പുരാൻ, ദേവാസുരം, നമ്പർ 20 മദ്രാസ് മെയിൽ, കാക്കക്കുയിൽ തുടങ്ങി ഒരു നീണ്ട നിര തന്നെയുണ്ട്. എന്നാൽ റൺ ബേബി റണ്ണിൽ പാളിയത് കൊണ്ട് ഇനി തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനുള്ള സാധ്യത കൂടുതലാണ്.